കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. വെൽക്കം ടു എ ന്യൂ സെഷൻ. യെസ്. ഗുഡ് ഈവനിങ് മാം. ഷാഹിദ മാം, എന്ത് പറ്റി? ഭയങ്കര ലോ വോളിയം. ഹൗ ആർ യു? ആ ഇല്ലേ മാം? ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ സെറ്റായി. ആ ഓക്കെ. എവിടെയാണിപ്പോ? നാട്ടിലാണോ? അതെ, നാട്ടിലാണ്. ഓക്കെ. എപ്പോഴാ തിരിച്ചിട്ട്? തിരിച്ച് ഞാൻ ഇപ്പം ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്. ഓക്കെ, നൈസ്. ഹസീന മാം, ഗുഡ് മോർണിംഗോ? മാം എവിടുന്നാ? ഞാൻ വിട്ടുപോയി. ഹസീന മാം, എവിടെയാണ് സ്ഥലം? നമ്മൾ സൂമിലായതുകൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ കേരളത്തിലായിരിക്കും, ഒരാൾ അവിടെ ഷാർജയിലായിരിക്കും, ഒരാൾ സിംഗപ്പൂരായിരിക്കും, ഒരാൾ മലേഷ്യയിലായിരിക്കും, ഒരാൾ കാനഡയിലായിരിക്കും. അപ്പോൾ എനിവേ, അപ്പം ഞാൻ ഗുഡ് ഈവനിങ് പറയുന്നില്ല, വാം ഗ്രീറ്റിംഗ്സ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയ എല്ലാവരും എന്തോ പ്രതീക്ഷിച്ചാണ് വന്നത്? ഒന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് എന്ത് കിട്ടും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പറയൂ മക്കളെ, എന്ത് കിട്ടും? ഹലോ, ഒന്നും കിട്ടൂലേ? നിങ്ങളെല്ലാവരും പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം നിങ്ങളുടെ ഒരു ഫീലിംഗ് അറിയണമല്ലോ. താങ്ക് യു സീര മാം. മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ഉം. പറയൂ, എന്ത് പ്രതീക്ഷ വന്നത്? ഉം. 3 താക്കോലും വേണോ അതോ 1 മതിയോ? മൂന്നും വേണം. 3 എത്ര പേർക്ക് 3 താക്കോലും വേണം? റെഡി ആയിട്ട് വന്നിരിക്കുക. 3 വാതിലും തള്ളി തുറക്കണം. അതിന് എന്ത് ചെയ്യണം? നല്ല ആ താക്കോൽ നമ്മുടെ കയ്യിൽ കിട്ടണം. റെഡി ആയിട്ടാണോ എല്ലാവരും വന്നിരിക്കുന്നത്? റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. റെഡി, 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 റെഡി. ഗുഡ്, 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 ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് ഉത്തരം തരാം. ഓക്കെ? എല്ലാവർക്കും വേണ്ടിയിട്ട്, വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിച്ച് 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 ഇന്ന് നിങ്ങളെ കാണുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങൾ ആരാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, റെഡിയാണ്. പക്ഷെ ശരിക്കും നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കാണാനില്ല. അങ്ങനെയുള്ളവര് യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ, എത്ര പേരുണ്ട് അങ്ങനെയെന്ന്. കുറേ പേരൊക്കെ കുറവായിരിക്കും. കാരണം എന്താണ്, നിങ്ങളെല്ലാവരും നമ്മളുടെ ഈ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശമൊക്കെ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ എന്നെ കണ്ടെത്തും എന്ന ഫീലിംഗിൽ എത്തിയ കുറേ പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം കുറേ പേര് നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബാക്കിയുള്ളവരോടാണ് എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യെസ്. അപ്പോൾ ഇന്ന് ഈ ഒരു വെബിനാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യലി ഈ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് വെബിനാർ ആണ് കേട്ടോ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്പെഷ്യലി ഫാമിലിക്ക് വേണ്ടി കുറേ റോൾസ് ഒക്കെ എടുത്ത് നമ്മൾ സിസ്റ്ററായിട്ടും ഡോട്ടറായിട്ടും വൈഫായിട്ടും ഗ്രാൻഡ് മദറായിട്ടും അങ്ങനെ പല 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 റോൾസ് ഒക്കെ എടുത്തിട്ട് ഇന്ന് നമ്മളുടെ സ്വന്തം ഐഡൻറ്റിറ്റി, ശരിക്കും ഞാൻ ആരാണ് എന്നൊരു ഐഡിയ ഇല്ലാത്ത സ്ത്രീകൾക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഒന്നും വെച്ചിരിക്കണ്ട കേട്ടോ. ടൈം ആയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ചാടി പുറത്ത് കിടക്കാൻ. ലോകത്തോട് അടികൂടാനൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് നിങ്ങളോടൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ താക്കോൽ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേ, റൈറ്റ്? അപ്പൊ ഈ ഒരു സെഷൻ ത്രൂ ഞാൻ നിങ്ങൾക്ക് 3 താക്കോലുകൾ തരും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളെ പവറിൽ എത്തിക്കാനുള്ള 3 വാതിലുകളുണ്ട്. ആ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എവ്രിബഡി റെഡി ആണെന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചാടി കിടന്ന് സെഷനിലേക്ക് കടക്കാം. ഒരു കുറേ നേരമൊന്നും നമുക്ക് കളയാനില്ല. സോ ആദ്യത്തെ താക്കോൽ പറയട്ടെ.
ആദ്യത്തെ താക്കോല് പറയട്ടെ, എന്താണ് ആദ്യത്തെ താക്കോല്? ഫസ്റ്റ്, നമ്മളുടെ ഇന്നർ വോയിസിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള താക്കോൽ. ഫസ്റ്റ് താക്കോൽ ഏതാ? നമ്മളുടെ ഇന്നർ വോയിസിനെ റീപ്രോഗ്രാം ചെയ്യാൻ. നമ്മൾ എപ്പോഴും പറയും, എനിക്ക് അത് ചെയ്യാനുള്ള പവറില്ല, ഇത് ചെയ്യാനുള്ള പവറില്ല, അങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ള പവറില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ആക്ച്വലി നമ്മളുടെ പവർ നഷ്ടപ്പെടുത്തുന്നത് എവിടെയാണെന്നറിയോ? മെയിൻ കാരണം മറ്റുള്ളവർ നമ്മളെ കയറി ഭരിക്കാൻ വന്നിട്ടൊന്നുമല്ല. ശരിക്കും എവിടെയാ പ്രശ്നം പറ്റിയെന്നറിയോ? നമ്മളുടെ ഒരു സെൽഫ് ടോക്ക് ഉണ്ട് ഉള്ളില്. സെൽഫ് ടോക്ക് ആരാ? ഈ വില്ലൻ ആരാ? ഈ സെൽഫ് ടോക്ക് കാരണമാണ് പോലും നമ്മളുടെ പവർ നഷ്ടപ്പെട്ടത്. ആരാണ് ഈ വില്ലൻ? ആർക്കറിയാം? ഒന്ന് പറഞ്ഞു തന്നെ, സെൽഫ് ടോക്ക് എന്താണെന്ന്. ഫസാന മാം ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. മാം എന്തായാലും പറയണം. കമാൺ, വാട്ട് ഈസ് സെൽഫ് ടോക്ക്? ആ വില്ലൻ ആരാണ്? ഹായ് ലൈല മാം, ഐഡിയ. സുഖമായിട്ടിരിക്കുന്നു. സെൽഫ് ടോക്ക് എന്ന് പറയണത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോ, ചലഞ്ചസ് വരുമ്പോ നമ്മള് പറയാണ്, ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ പറയും. ഇപ്പൊ എന്താ പറയാ, എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കുക്ക് ചെയ്യണം, ബിരിയാണി കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു തലേ ദിവസം. പക്ഷെ നമ്മൾ ആ ടൈമിൽ ഇപ്പോൾ 9 മണിക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയാണ്, ഞാനിപ്പോ പ്രിപ്പയർ ചെയ്യണം ബിരിയാണി, അല്ലെങ്കിൽ എന്തിനാണ് ഇതിപ്പോ പ്രിപ്പയർ ചെയ്തിട്ട്, ഇതിപ്പോ ഹെൽത്തി ആയിരിക്കോ ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ മൈൻഡിൽ കയറിക്കൂടുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ടോക്ക്. ലൈക്ക് ഇറ്റ് ട്രിഗേഴ്സ് ഫ്രം അവർ പാസ്റ്റ് ട്രോമാസ്. അതൊക്കെ അതാണ്. അപ്പൊ എല്ലാ ദിവസവും ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ആളില്ലേ, നമ്മൾ പറയില്ലേ, നമ്മുടെ തലരുള്ളിൽ കിടന്ന് ചെന്ന് വർത്താനം പറയുന്ന ആ ഡയലോഗിനെയാണ് നമ്മൾ സെൽഫ് ടോക്ക് എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ട്, നെഗറ്റീവ് സെൽഫ് ടോക്കും ഉണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാനേ നമുക്ക് ആരും വേണ്ട, ഇത് സ്വന്തം അങ്ങ് ചെയ്തോളും. പക്ഷെ നമ്മളെ മനസ്സൊരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു പോസിറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചെയ്യും. പക്ഷെ മറ്റേത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങ് കയറി കളിച്ചോളും. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു, എത്ര പേരുണ്ട്, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ, ഡോക്ടർക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരട്ടെ. ഇല്ല, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു, ഡോക്ടർ ഇപ്പം എന്താ പറയാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അങ്ങനെ, അയ്യോ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 2 ദിവസം എടുക്കുന്നു. ആ 2 ദിവസം നമ്മൾ ഫുള്ളി നെഗറ്റീവ്. ആ റിസൾട്ട് പോസിറ്റീവ് ആവുന്ന യാതൊരു ചിന്തയും നമുക്ക് ഉണ്ടാവില്ല. ഫുൾ ടൈം ആ പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് ആക്കി മാറ്റണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതെന്തായാലും പോസിറ്റീവ് ആവുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് പോസിറ്റീവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി നെഗറ്റിവിറ്റി മാത്രമേ തരുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കും നടക്കുക. അപ്പം നമ്മളുടെ പവർ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞേ? മറ്റുള്ളവർ നമ്മളെ കയറി ഭരിച്ചിട്ടല്ല, നമ്മൾ തന്നെ നമ്മളുടെ സെൽഫ് ടോക്ക് കാരണം ഉണ്ടാക്കിയ ഒരു പവർ ലെസ്സായ ഒരു സംഭവമാണിത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്സ്? പൊതുവേ സ്ത്രീകൾക്കുള്ളത് ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്തൊക്കെയാണ്? ഞാൻ അത്ര പോരാ. ഇപ്പോ നമ്മളുടെ ഫർസാന മാം പറഞ്ഞതുപോലെ, ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവോ, ഈ ചിക്കൻ വേവോ, ഞാൻ ചിക്കൻ ഇട്ടാ ഈ ചിക്കൻ ഈ വേവ് മതിയാവോ, അങ്ങനെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. ഞാൻ അത്ര ആയിട്ടില്ല, എനിക്ക് അത്രക്ക് വിവരമുണ്ടോ, ഞാൻ അത്രക്കൊക്കെ ബുക്ക് വായിക്കാറുണ്ടോ, എനിക്ക് നല്ല നല്ല ശീലങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വെറും ഒരു ഹൗസ് വൈഫ് അല്ലേ, എന്നെ ആര് കേൾക്കാനാ? ഇതൊക്കെ ആരാ പറഞ്ഞേ? നമ്മൾ തന്നെയാ നമ്മളോട് പറയുന്നത്, റൈറ്റ്? അപ്പൊ എന്നിട്ട് നമ്മൾ പറയും നമ്മളുടെ പവർ എവിടെയോ നഷ്ടപ്പെട്ടു, അയാൾ കാരണം നോ, നമ്മൾ കാരണം അപ്പൊ നമ്മളുടെ ഫസ്റ്റ് കീ എന്താ? നമ്മൾ ഈ ഈ ഒരു ഇന്നർ വോയിസിനെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്രോഗ്രാം ചെയ്യണം. ഓക്കെ. പക്ഷെ നമ്മളൊന്നും വിചാരിക്കരുത്, നമുക്ക് ഈ ചിന്തകളൊന്നും വെറുതെ ഉണ്ടാവുന്നതൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചാടിക്കയറി ആക്ച്വലി ഇത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഇപ്പോൾ നേരത്തെ മാം ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മളെ പാസ്റ്റ് ട്രോമാസ് ഒക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ലൈക്ക് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടി, കുറേ വർഷങ്ങളായി കിട്ടിയിട്ടുണ്ട്. എന്ത് കമ്പാരിസൺ? അപ്പുറത്തെ ജെസ്സിക്കുട്ടിനെ നോക്കിയാൽ, ആ ജെസ്സിമോൾക്ക് ഫിസിക്സിൽ ഫുള്ള്, നിനക്കോ? നിന്റെ അതേ ക്ലാസ്സിലല്ലേ ആ കുട്ടി പഠിക്കുന്നത്, പിന്നെന്താ നിനക്ക് മാർക്ക് കുറയുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ജെസ്സിക്കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മളിങ്ങനെ നോക്കും.
ജെസ്സിക്കുട്ടി അടിപൊളി, ഞാൻ അത്ര പോരാ. ഒന്നതായി. അടുത്ത എന്താ? ക്രിറ്റിസിസം. എൻ്റെ വീട്ടിൽ അധികം നടക്കുന്ന ഒരു ക്രിറ്റിസിസം, നിനക്കൊരു മാങ്ങ നോക്കി വാങ്ങാൻ പോലും അറിഞ്ഞൂടെ? അപ്പൊ എനിക്കും തോന്നാറുണ്ട്, ഒരു മാങ്ങ നോക്കി വാങ്ങാൻ പോലും പറ്റുന്നില്ലേ? അത് നമുക്ക് ചെറുപ്പത്തിലേ കേട്ട് 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 കേട്ടാവുമ്പോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, നല്ലൊരു മാങ്ങ കണ്ടാലും നമുക്കിങ്ങനെ സംശയ, ഈ മാങ്ങ ഇതല്ല, ഞാൻ വാങ്ങിയാൽ ശരിയാവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ലാസ്റ്റ് ഈ വേണ്ടാത്ത ആ മാങ്ങ തന്നെ നമ്മൾ എടുക്കും, എന്നിട്ട് വീണ്ടും അത് നമ്മൾ വാങ്ങും. നമ്മൾ അത് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാരായിട്ട് മാറും. എനിക്ക് എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, ഞാൻ ബിരിയാണിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. എല്ലാവരും പറയുന്ന ഇങ്ങനെ കുറച്ചും കൂടി പണിപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇന്നും പേടിയാ. കാരണം എന്താ പറയുക, ചെറുപ്പത്തിലേ കേട്ടൊരു സംഭവം, നീ ഓംലെറ്റ് ഉണ്ടാക്കി ശരിയാവില്ല. അപ്പൊ അത് ഞാൻ എന്നോട് തന്നെ, ആ ഓംലെറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഒഴിക്കുമ്പോൾ ഞാൻ എന്നോട് പറയും, നീ ഓംലെറ്റ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പൊ ആ ഓംലെറ്റ് അത് കേൾക്കും, എന്നിട്ട് ആ ഓംലെറ്റ് അങ്ങോട്ട് കിടന്ന് ഉറങ്ങും. എന്നിട്ട് ഞാൻ എടുക്കുമ്പോഴേക്കും അത് ഓൾറെഡി ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്നും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഈ സെൽഫ് ടോക്ക് അതിനൊരു പ്രശ്നമാകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയപ്പോൾ, എൻ്റെ ആ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ഞാൻ ഇത് അടിക്കുമ്പോൾ, മതി മതി, കുറേ വർഷമായി, ഞാനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, ഇപ്പൊ കട്ടിപ്പൊളിയായിട്ട് നടക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? ഇപ്പോ കറന്റ്ലി എന്താ സംഭവിക്കുന്നത്? നല്ല ഓംലെറ്റ് ആവുന്നുണ്ട്. അപ്പൊ സംഭവം എന്താ, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പാസ്റ്റിൽ കിട്ടിയ കുറേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബിലീഫ് വന്നത്. ആ ബിലീഫ് കാരണം എന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും വീണ്ടും നമ്മളെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക, കാരണം നമ്മളത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോയി കിടന്ന് ഇന്ന് നമ്മളത് വിശ്വസിച്ച് തുടങ്ങി. റൈറ്റ്? നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ ആക്ഷനും ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആണോ? ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യാ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നവരൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മാം. അതാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ എന്നല്ലേ? അപ്പൊ നമ്മളുടെ ആദ്യത്തെ താക്കോൽ എന്തായിരുന്നു? റീപ്രോഗ്രാമിങ് അവർ ഈ ടോക്ക്, ഇന്നർ വോയിസ്. അപ്പൊ ഈ ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഈ താക്കോൽ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാ. എന്ത്? നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ, നിങ്ങൾക്ക് ഒന്ന് ഡെലിബറേറ്റ് ആയിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഇരുന്നിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട്. ഇനി ഒരു ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഒരു ഫീലിംഗ്, ഒരു ഒരു ടോക്ക് വരുന്നുണ്ട്. ആ ടോക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ടോക്ക് ആയിരിക്കും. ഈ നമ്മൾ അന്വേഷിക്കാതെ വരുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ടോക്ക് ആയിരിക്കും. നമ്മൾ ചെയ്ത് നോ 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 അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ മാത്രമേ അതൊരു പോസിറ്റീവായി മാറുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് നിങ്ങളിൽ ഉള്ളിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കിന്റെ പാറ്റേൺ, നിങ്ങളുടെ ഇൻവിസിബിൾ ആയിട്ട് സ്ക്രിപ്റ്റ്. അതായത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ആ ജീവിതത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടെത്തും. ഓക്കെ, കണ്ടെത്തിയിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വേണ്ടത് അതിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നിങ്ങളെ സൈലന്റ് ആക്കുക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, നോ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളുടെ സബ് കോൺഷ്യസിന് മനസ്സിലാവും, ഓ ഇങ്ങനെയല്ല അല്ലേ, ഇങ്ങനെയും ചിന്തിക്കാം അല്ലേ എന്നുള്ളത്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? നിങ്ങളുടെ ഉള്ളിൽ ഈ പെട്ടെന്ന് കയറി വരുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ ആരെന്ന് ടൈപ്പ് ചെയ്തേ. റെഡിയാണ്. ആരാണ് റെഡി ആയത്? ഒരാൾ മാത്രമാണോ? അല്ല, കുറേ പേര് റെഡി ആയിട്ടുണ്ട്. ഗുഡ് ഗുഡ്. ബാക്കിയുള്ളവരോ? എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോഴ്സ് ത്രൂ കടന്നു പോകും. യാ, പറഞ്ഞോ ആരെങ്കിലും? ഇല്ല? ഓക്കെ, നമ്മളുടെ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു താക്കോല് വെറുതെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ പോരല്ലോ. നമ്മൾ ഈ താക്കോല് കയ്യിൽ കെട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഓ ഫസ്റ്റ് വാതിൽ, റീപ്രോഗ്രാം യുവർ ഇന്നർ വോയിസ്. ഓക്കെ, അപ്പോൾ ആ വാതിൽ തുറന്ന് അതിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോസസ്സൊക്കെ വേണം. എന്തിന്? നമ്മളെ പഴയ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളല്ല, നമുക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയ കുറേ സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഒന്ന് ഓക്കെ അത് മായ്ച്ച് കളഞ്ഞ് അത് അങ്ങനെയല്ല ഇതിങ്ങനെ. കാരണം ആരാ ഇത് എഴുതിയത്? ആരാ?
നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓംലെറ്റിൻ്റെ വിശേഷം. അപ്പോൾ ഞാനാണ് പിന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നോ ലൈല, നീ ഇതുണ്ടാക്കി ഇങ്ങനെ ആവുമെന്ന്. അപ്പം എനിക്കിത് മാറ്റാൻ പറ്റും. സോ നമ്മൾ റീറൈറ്റ് ചെയ്യാനുള്ള കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകും. റൈറ്റ്? അപ്പം നമുക്ക് നല്ല പവർഫുള്ളും സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ കയറി വരും. അപ്പം എന്ത് സംഭവിക്കും? നമ്മൾ ചിറകടിച്ച് പറക്കാൻ തുടങ്ങും. ഇല്ലാതെ ചുരുങ്ങി പോക്കല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടത്. ചുരുങ്ങി പോകാനാണോ നമ്മൾ ഇവിടെ ഉള്ളത്? അല്ല, നമുക്ക് പറക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ താക്കോല് വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ താക്കോൽ നമ്മൾ ഇന്നർ ഡയലോഗ് മാറ്റാനുള്ളതാണ്. എന്താണ് ഒരു ടെക്നിക്ക് ഉള്ളത്? ഒരാൾ പറഞ്ഞേ, ഏതെങ്കിലും ഒരു ടെക്നിക്ക്. ഇവിടെയുള്ള കുറേ പേരുണ്ടല്ലോ, ഒരാൾ പറഞ്ഞേ എന്തായിരിക്കും? നമ്മൾ ഇന്നർ ഡയലോഗ് മാറ്റാൻ നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതേപോലെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അതല്ല, ഇതിങ്ങനെയാണ് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് ഒരാൾ പറഞ്ഞേ. സെൽഫ് ലവ്. വാവ്, വാവ്, വാവ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേയൊക്കെ ചെയ്യുന്നവരും അറിയുന്നവരും. കാരണം എന്താ? മോസ്റ്റ് ഓഫ് ദം നമ്മുടെ കൂടെ ഉള്ളവർ, അല്ലേ? യെസ്. ഇതൊക്കെയാണ് സം ഓഫ് ദ സിമ്പിൾ ടെക്നിക്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാം. യെസ്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കാം. സെൽഫ് ലവ് കൂട്ടാം. സെൽഫ് ലവ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? മിറർ ടോക്ക് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഇന്നർ ഡയലോഗ് മാറ്റുന്നത് എന്തിനാണ്? നമ്മൾ ഇന്നർ ഡയലോഗ് മാറ്റുന്നത്? ഇന്നർ സെൽഫിനെ കോൺക്വർ ചെയ്യാൻ. നിങ്ങളുടെ ഫിയർ ഒക്കെ മാറ്റി നിങ്ങളെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. റൈറ്റ്? ചെയ്യാറുണ്ടോ ഇതൊക്കെ? ചെയ്യാറുണ്ടോ? യെസ്. ഷാനി മാം ചെയ്യാറുണ്ട്. യെസ്, വി നോ. നൈസ്. എല്ലാവരും ചെയ്യേണ്ട വിശേഷമാണൊക്കെ ഇത്. വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് ലവ് എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. കുറേ പേര് നമ്മളുടെ വെബിനാറിൽ തന്നെ വന്നിട്ട് കുറേ സെഷൻസ് എടുത്തിട്ടുണ്ട് അല്ലേ, സെൽഫ് ലവിനെ കുറിച്ചിട്ട്. എന്താണ് സെൽഫ് ലവ്? ആരെ ഇവർ പറഞ്ഞ? അൻസിയ മാം ആണോ പറഞ്ഞേ? അൻസിയ മാം അല്ലേ പറഞ്ഞേ? സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അൻസിയ മാം എന്താ ഉദ്ദേശിക്കുന്നത്? കമോൺ, നമുക്ക് സെൽഫ് ലവ് ഒക്കെ കൂട്ടിയിട്ട് പോവാം. അൻസിയ മാം പോയോ? എവിടെ പോയി? നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക. അപ്പോ നമ്മളെ സ്നേഹിക്കുക. കേട്ടില്ല. നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക. ഒന്നത്. ഓക്കെ. പിന്നെ നമ്മളുമായിട്ടുള്ള ആത്മബന്ധം കൂട്ടുക. പക്ഷെ നമുക്ക് സമയമില്ല അല്ലെ ഒന്നിനും. അതാണ് വേറൊരു ചാലഞ്ച് കിടക്കുന്നത്. ഒരു ചാലഞ്ച് അതാ കിടക്കുന്നത്. നമ്മൾക്കുള്ള സ്നേഹം കൂട്ടാന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പണിയൊന്ന് കഴിയട്ടെ എന്നിട്ട് അത് ചെയ്യാം. അങ്ങനെ എന്ത് സംഭവിക്കും? ടോട്ടലി നമ്മൾ വീണ്ടും തിരിച്ച് എനിക്ക് എവിടെയാ സമയം? നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടോ? എനിക്കിതിനെവിടെയാ സമയം? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിലത്തെ ലോകം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള ലോകവും അത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ കാണാനും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് കീ ഈസ് ടു റീപ്രോഗ്രാം യുവർ ഇന്നർ വോയിസ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ, നിങ്ങളുടെ ആ സെക്കൻഡ് ഗസിങ് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്യണോ അത് നിർത്താൻ. നിങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട്, അത് ശരിയാണോ? അതിലൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സെൽഫ് വേർത്ത് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക. പൊതുവെ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണമെങ്കിൽ, ഞാൻ കണ്ടതാണ് എൻ്റെ ഒരു ചുറ്റുപാടിലാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണമെങ്കിൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി അലറി വിളിക്കുക. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ സംസാരത്തിൽ കാംനെസ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ആ കോൺഫിഡൻസ് കൊണ്ടുവരാം. പിന്നെ നമുക്കുള്ള വേറൊരു കാര്യമാണ്, എന്നെ അവർ അംഗീകരിച്ചില്ലല്ലോ, എന്നെ ഇവർ അഭിനന്ദിച്ചില്ലല്ലോ, അപ്പം ഞാൻ ശരിയല്ലായിരിക്കും എന്ന് പറഞ്ഞ് വേറൊരു നെഗറ്റീവ് സെൽഫ് ടോക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇതൊക്കെ കടന്ന് ഈ താക്കോല് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ അപ്രീസിയേഷനിൽ വലിയ സംഭവമൊന്നുമല്ല, നമ്മൾക്ക് തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മളുടെ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് എപ്പോഴാണ് ഈ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ ആവശ്യം? എൻ്റെ ഡിസിഷൻ കറക്റ്റ് ആണോ എന്നുള്ളൊരു ഫീലിംഗ് വന്നാലാണ് നമുക്ക് ഈ ഓക്കെ അവർ നല്ലതാന്ന് പറഞ്ഞു ദെൻ ഇറ്റ് ഇസ് ഫൈൻ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നത്. യെസ് ഓർ നോ? യെസ്, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട്. ഷെബീബ മാം, എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കുള്ള ഒരു സംഭവമാണത്. അത് നമ്മൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മളുടെ സോഫ്റ്റ്വെയറിൽ കിടന്നുറങ്ങിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. ബട്ട് ഇന്ന് നമുക്ക് ഈ താക്കോല് കയ്യിൽ കിട്ടി. ഓക്കെ, അപ്പം ആ താക്കോല് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് രണ്ടാമത്തെ താക്കോലിലേക്ക് പോവാം. റെഡിയാണോ? രണ്ടാമത്തെ താക്കോല് വാങ്ങാൻ റെഡിയാണോ എല്ലാവരും? റെഡി റെഡി. അടുത്തതാണ് നമ്മളുടെ എനർജി, നമ്മളുടെ ഇമോഷനെ, അത് നമ്മളുടെ ആണല്ലേ, നമ്മളുടെ എനർജിനെയും നമ്മളുടെ ഇമോഷനെയും നമ്മളുടെ കയ്യിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള കീ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ദിവസം തീരുമ്പം തന്നെ നമ്മൾ ആകെ ടയേർഡായി ഡ്രെയിൻഡായി, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലേ എന്നുള്ളൊരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? ഒരു ദിവസം തീരുമ്പോഴേക്കും നമ്മളും ടയേർഡായി പോവാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. യെസ്. അപ്പൊ മറ്റുള്ളവരെന്താ പറയാന്നറിയോ? ഇടയ്ക്കൊക്കെ അല്ലേ, മറ്റുള്ളവരെന്താ ഭയങ്കര മടിയാന്നേ, കുറച്ചെന്തെങ്കിലും ജോലി ചെയ്താൽ മതി അപ്പൊ അയ്യോ ചത്തേന്ന് പറഞ്ഞിട്ടിരിക്കും. മടി. മറ്റുള്ളവർ പറയുന്ന ഒരു വേർഡ് ഉണ്ട് അതിന്, മടി, ലേസിനെസ്. പക്ഷെ അത് മടിയല്ല കേട്ടോ. അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആക്ച്വലി നമ്മൾ ഇമോഷണലി എക്സോസ്റ്റഡ്, അതായത് നമ്മൾ ഇമോഷനൊക്കെ തീർന്ന് അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നറിയോ? നമുക്ക് ഇമോഷൻ ഷെബീബ മാം നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഫുൾ വൈബിലാണ്. വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ടയേർഡായി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സ്ത്രീകൾ പൊതുവെ ഗിവേഴ്സാണ്. മാക്സിമം നമ്മൾ കൊടുക്കുക. എന്താ നമ്മൾ കൊടുക്കുന്നത്? നമ്മളെന്താ ഇത്ര കൊടുക്കുന്നത്? എന്തൊക്കെയാ നമ്മൾ കൊടുക്കുന്നത്? നമ്മളെ സമയം കൊടുക്കുന്നുണ്ട്, നമ്മളുടെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, നമ്മളുടെ ക്ഷമ കൊടുക്കുന്നുണ്ട്, അല്ലേ? ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ കണ്ടാലും മക്കളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അവരെ ബാക്കി പോവാറുണ്ട്. യെസ്, നമ്മൾ അവരെ ആരുണ്ടെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കാൻ റെഡിയായവരാണ്. നമ്മൾ എത്രയോ എക്സ്പ്ലനേഷൻ എത്ര ചോദിച്ചാലും നമ്മൾ അതിന് ആൻസർ പറയാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെന്താണ്, നമുക്ക് ചില സമയത്ത് തോന്നും നോ പറയണമായിരുന്നു, എന്നാലും വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് യെസ് പറയുന്നവരാ നമ്മൾ. നമുക്ക് കരയണമെന്ന് തോന്നിയാലും നമ്മൾ നമ്മളെ കണ്ണീര് വേണ്ട, കരയാൻ പാടില്ല, കരയണ്ട, നിർത്തിവെക്കുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നത് ഇതല്ലേ എന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാ, പെടാൻ റെഡി ആയിട്ടുള്ളവരാ നമ്മൾ. ആണോ അല്ലയോ? ആണോ അല്ലയോ? യെസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ദിവസം തീരുമ്പോഴേക്കും നമ്മളും ഡ്രെയിൻ ഔട്ട് ആവുന്നത്. അപ്പൊ നമ്മളുടെ എനർജിനെ എങ്ങനെ സംരക്ഷിക്കാം? അതായിരിക്കണം അല്ലേ നമ്മളുടെ സെക്കൻഡ് കീ. നമ്മളുടെ എനർജി, നമ്മളുടെ ഇമോഷനൊക്കെ നമുക്കൊന്ന് സംരക്ഷിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളതാണ്. യെസ്. അപ്പൊ നമ്മളുടെ എനർജി ഡ്രെയിൻ ആവാതിരിക്കണമെങ്കിൽ എന്നോട് എപ്പോഴും എൻ്റെ പ്രിയ സുഹൃത്ത് റസീന ഇവിടെ ഉണ്ടോ? റസീന ഇല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് റസീന എപ്പോഴും പറയുന്ന, ലൈല, നമ്മൾക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് സന്തോഷകരമായി പോവുമല്ലേ. ആ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നോ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയലല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം കട്ടപ്പോകയാവും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ
ഇന്ന് ചെയ്യരുത്. അതേപോലെ മറ്റുള്ളവർക്ക് ഇത് വിട്ടുകൊടുക്കാം. ഇത് അവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇന്നാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കണ്ടാൽ അവർക്ക് വീതിച്ച് പകത്ത് കൊടുക്കുക. അല്ലാതെ ഇത് ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള അഹങ്കാരം ഒന്നും പിടിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ എനർജി ഡ്രെയിൻ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഇമോഷനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വിടാൻ പാടില്ല. എന്ത് ചെയ്യണം? നമുക്ക് നമ്മളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിക്കുന്നത് അത് നമ്മുടെ ശത്രുവാണ് കേട്ടോ. നമ്മൾ ശത്രുവൊന്നും അല്ല, പാവമാണ്. നമ്മൾ അവരെ മനസ്സിലാക്കുക, ആ ഇമോഷനൊക്കെ മനസ്സിലാക്കിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാക്ട് ആൻഡ് റെസ്പോണ്ട്? റിയാക്ഷനും റെസ്പോണ്ടും നമ്മൾ എന്താ വ്യത്യാസം? ആര് പറഞ്ഞുതരും? കുറേ പേർക്കൊക്കെ അത് അറിയാം. അറിയുന്ന ഒരാൾ ഇത് പറയാം. കാരണം എന്താ? ഇത് നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് റിയാക്ട്, എന്താണ് റെസ്പോണ്ട്? ഷാനി മാം പറഞ്ഞോളൂ, എന്താണ് റിയാക്ട്, എന്താണ് റെസ്പോണ്ട്? ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളും ഉണ്ട്. ഇവിടെ ആരെങ്കിലും എന്നെ സ്ഥിരമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. സ്ഥിരമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. എക്സാമ്പിൾ, ഞാൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ സ്ഥിരമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ വീണ്ടും, ആരും പറയാത്തോണ്ട് ഞാൻ വീണ്ടും പറയും, നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മോള് വന്നിട്ട് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തട്ടിമറിച്ചു, ഗ്ലാസ് പൊട്ടി. ഓക്കെ, ഗ്ലാസ് പൊട്ടി. അപ്പോൾ ഞാൻ പൊട്ടിച്ച്. എനിക്ക് എപ്പോഴുള്ളതായി വീട്ടിൽ എല്ലാ ഗ്ലാസ്സും പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ജനിച്ചത്. നീ പൊട്ടിച്ചല്ലേ, സമാധാനം പോ, ഇനി എന്തെങ്കിലും ചെയ്. എന്താ ചെയ്യ? ഇതാണ് റിയാക്ട്. ഇതാണ് റിയാക്ട്. റെസ്പോണ്ട് എന്താണെന്നറിയോ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി നമ്മളെ വീട്ടിലേക്ക് വന്നു. ഇതേ ഗ്ലാസ് ആ ടേബിളിൽ ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഇത് തട്ടിമറിച്ച് ഗ്ലാസ് പൊട്ടിച്ചത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഇല്ലേതാ, മോളോ മോളോ കുറച്ച് മാറി നിൽക്ക്, കാലിൽ കൊള്ളല്ലേ, ഗ്ലാസ് പൊട്ടിയല്ലേ, മോള് മാറി നിൽക്ക്, ആൻറ്റി കോരാലോ, ആൻറ്റി എടുത്ത് തുടയ്ക്കാലോ, ആൻറ്റി ഇല്ല ഇവിടെ, മോള് മാറി നിൽക്ക്. ഇതാണ് റെസ്പോണ്ട്. ആ കുറച്ച് നേരം നമ്മളങ്ങോട്ട് സൈലന്റ് ആയിരിക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ പറഞ്ഞ റെസ്പോണ്ട്. എന്താ പറയാ, നമ്മളൊന്ന് പോസ് ചെയ്ത് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ വീസേ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യാന്ന് പറയും. ഇല്ലെങ്കിൽ എന്താ സഹിക്കുക സംഭവിക്കുന്നത്? റിയാക്ട് ചെയ്യാം. സഹിക്കുക എന്ന് ഫസീല പറയും. മാം പറഞ്ഞോ? സഹിക്കാന്ന് പറയും. നമ്മള് സഹിക്കുക, ഉള്ളിൽ വെച്ചിട്ട് സഹിച്ചു പിടിക്കും. ഇല്ല, സംഭവം നമ്മൾ ഇമോഷൻ അത്രേ ഉള്ളൂ. നമുക്ക് ആ പെട്ടെന്ന് ഇപ്പൊ നമ്മളെ മറ്റേ കുട്ടി ഗ്ലാസ് പൊളിച്ചപ്പോഴും നമുക്ക് ആ ഇമോഷൻ വന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മളെ ബ്രെയിനിൽ ഒരു സിഗ്നൽ, ഇത് നിന്റെ കുട്ടിയല്ല, അപ്പുറത്തെ വീട്ടിലെ ജാനകി ചേച്ചിയുടെ കുട്ടിയാ. ആ കുട്ടി അവിടെ പോയിട്ട് ഈ വീട്ടിലെ ആന്റി തീരെ ശരിയല്ല അമ്മ, ഈ അമ്മ, ഈ ആന്റി എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും എന്ന് വിചാരിച്ച് നമ്മൾ ക്ലിക്കായിട്ട് ഓൺ ദ സ്പോട്ട് നമ്മൾ നമ്മുടെ സ്വഭാവം അങ്ങോട്ട് മോളെ അങ്ങനെ ഓക്കെ മോളെ മാറി. അപ്പൊ ആക്ച്വലി നമ്മളുടെ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ ഗ്ലാസ് പൊളിയാണെങ്കിൽ നമുക്ക് ഒരു നിമിഷം ചിന്തിച്ചിട്ട് എന്താ പറ്റിയേ, ഗ്ലാസ് ഇങ്ങനെ പൊളിഞ്ഞ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ ഇമോഷൻ നമ്മളുടെ കൺട്രോളിലേക്ക് വരും. അതിനാണ് നമ്മൾ പറയുന്നത്, നമ്മളെ ഇമോഷൻ നമ്മളെ ശത്രു അല്ല. നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയണം. നമുക്ക് റിയാക്ഷൻ ഒഴിവാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അറിയണം. അതിനെ എന്ത് ചെയ്യണം? നമുക്ക് ആ 8 പിടി എന്നുള്ള സംഭവത്തിൽ ആ സൈലൻസിൽ കൊണ്ടുവരാൻ പറ്റണം. അതാണ് നമ്മളുടെ രണ്ടാമത്തെ കീ ഉണ്ടായത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ പറഞ്ഞ സെൽഫ് ലവ്. നമ്മൾ എന്തിനാണ് ഈ സെൽഫ് ലവ് കൂട്ടുന്നത്? നമ്മൾ എപ്പോഴും പറയുന്ന സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് ലവ് ചെയ്യണം. ഇവിടെ ശരിക്കും കുറേ ക്ലാസ്സസ് ഒന്നും കേൾക്കാത്തവർ വിചാരിക്കും ഈ സെൽഫ് ലവ് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കലോ. സ്വന്തം കാര്യം ഇങ്ങനെ നോക്കുന്നതിന് നമ്മൾ സെൽഫിഷ്നെസ് എന്നല്ലേ പറയാ, അല്ലേ? അങ്ങനെ അല്ല കേട്ടോ. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൽഫ് ലവ് കൂട്ടുന്നതിനെന്നറിയോ? ഈ കപ്പിലെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ മറ്റുള്ളവരെ എനിക്ക് നന്നായിട്ട് സ്നേഹിക്കണമെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യണമെങ്കിലും എനിക്ക് വേണ്ടത് എൻ്റെ കപ്പില്. അതിനാണ് നമ്മളെപ്പോഴും സെൽഫ് ലവ് കൂട്ടണമെന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ നല്ല സ്നേഹം ഇഷ്ടം പോലെ കിടക്കുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, വീണ്ടും കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും.
റൈറ്റ്? അപ്പൊ നമ്മൾ നമ്മളെ സെൽഫ് ലവ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ? ഒരിക്കലും ഇമോഷൻ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ഞാനിപ്പോൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നതാണ്. മറ്റുള്ളവർക്ക്, അതായത് ഇപ്പൊ സപ്പോസ് നമ്മളെ സ്പൗസ് തന്നെ ആയിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ ഇങ്ങനെ ആക്കിയ അന്നേരം എൻ്റെ മുഖവും മാറും. പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് മതി, ആ കണ്ണുകൊണ്ടുള്ള കളി മാത്രം മതി. അപ്പോഴേക്കും മറ്റേയാൾക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ചീത്തകൾ അപ്പുറത്ത് വരുന്നത്, എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ അപ്പുറത്തേക്ക് പോകുന്നതെന്ന്. ഇപ്പൊ കണ്ണ് സംസാരിക്കുമായിരിക്കും, റൈറ്റ്? അപ്പോൾ മറ്റുള്ളവരുടെ മൂഡ് കാരണം നമ്മളുടെ ഇമോഷൻ എഫക്റ്റ് ആവാൻ പാടില്ല. അതാണ് നമ്മളുടെ സെക്കൻഡ് കീയിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ താക്കോലിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പുറത്ത് എന്ത് സംഭവിച്ചാലും എൻ്റെ ഇമോഷൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലുണ്ട്. ഇതെൻ്റെ താക്കോലാ, ഈ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ? പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് സ്നേഹത്തോടെ നമുക്ക് പറയാം, എനിക്കിത് ഇഷ്ടമല്ല, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് വരുത്തിക്കണം. നമ്മൾ നല്ല സ്ട്രോങ്ങും കാമായ നല്ല കോൺഫിഡൻ്റ് ആയ പേഴ്സണായി മാറണമെങ്കിൽ നമ്മളുടെ ഇമോഷൻ നമ്മളുടെ കയ്യിലിരിക്കണം, അല്ലാതെ ഇമോഷൻ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതാണ് സെക്കൻഡ് കീ. ഓക്കെ? ഇനി നമുക്ക് തേർഡ് കീയിലേക്ക് പോവാം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ഞാൻ മൂന്നാമത്തെ കീയിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ കീ? ആര് പറഞ്ഞുതരും? എന്താണ് ആദ്യത്തെ കീ? ആദ്യത്തെ താക്കോൽ എന്തായിരുന്നു? ആദ്യത്തെ താക്കോൽ സെൽഫ് ടോക്ക് ടോക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാ. രണ്ടാമത്തെ താക്കോൽ എന്തിനായിരുന്നു? ഇമോഷൻ. ഇമോഷൻ നമ്മളെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇമോഷന് നമ്മളെ കയ്യിലിരിക്കണം. അതിനാണ് രണ്ടാമത്തെ താക്കോല്. മൂന്നാമത്തെ താക്കോൽ എന്തിനാണെന്നറിയോ? നിങ്ങൾ റീപ്രോഗ്രാം ചെയ്തു. ഓക്കെ? നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവാതെ നിങ്ങളുടെ ഇമോഷനൊക്കെ മാനേജ് ചെയ്ത് നിങ്ങളുടെ ടോട്ടലി സംരക്ഷണ വലയത്തിലൊക്കെ ആക്കി റെഡിയായി. രണ്ട് താക്കോലുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോ ആക്ഷനും എടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ലേ, അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായി മാറും. അതൊരിക്കലും നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരൂല. കുറേ സ്ത്രീകളുണ്ട് എന്നെ പോലെ. മക്കള് വലുതാവട്ടെ, അവര് സ്കൂളിൽ പോവട്ടെ, അവര് ജോലിക്ക് പോവട്ടെ, അവരുടെ കല്യാണം കഴിയട്ടെ, അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഇന്ന് ഞാൻ ഇത് മാത്രം ചെയ്യാനുള്ള ആളാ, എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഇവർക്കൊക്കെ വേണ്ടി മാത്രം, ഇവരൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ, അതിനുശേഷം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആക്ഷനൊന്നും എടുക്കൂല. നമ്മൾ ട്രെയിനർ കോഴ്സിലൊക്കെ വന്നവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം, ആരാണോ ആക്ഷൻ എടുത്തിട്ടുള്ളത് അവരിന്ന് ഏണിങ് ചെയ്യുന്നുണ്ട്, അവരിന്ന് നല്ല രീതിയിൽ കുറേ പേര് അറിയപ്പെടുന്ന ഒരാളായി മാറുന്നുണ്ട്. അതാരാണ്? ആക്ഷൻ എടുത്തവരാണ്. അപ്പൊ ആക്ഷൻ ഒന്നും എടുക്കാതെ നമ്മളിങ്ങനെ ഇമോഷണലിയും കൺട്രോൾ ചെയ്ത് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമും ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുള്ള, നമുക്ക് നമ്മളിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എടുത്തേ മതിയാവൂ. ആ സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നമ്മളെ കോൺഫിഡൻസും വളരുള്ളൂ. യെസ്, ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ്, യെസ് കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ തേർഡ് കീ. നമ്മൾ സ്റ്റെപ്പ് എടുക്കണം, നമ്മൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഉള്ളതും നിങ്ങൾ ആയിത്തീരാനുള്ള ആളുമായിട്ട്, ഇപ്പോൾ ഉള്ള ആളും നിങ്ങൾ ആയിത്തീരാനുള്ള ആളില്ലേ, ആ ആളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ? ആ ഗ്യാപ്പ് ചെറുതായി നിങ്ങൾ ആ ആളായി മാറണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കണം. അപ്പൊ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും, അയ്യോ ഞാൻ ഇവിടെയല്ല ഉള്ളത്, ഇവിടെ എത്തണമെങ്കിൽ ഞാനിങ്ങനെ എത്ര വലിയ സ്റ്റെപ്പ് എടുക്കണം, അപ്പൊ ഞാൻ എടുക്കണ്ട, എന്നെ കൊണ്ട് പറ്റൂലല്ലോ. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ചെറിയ 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 സ്റ്റെപ്പ് എടുത്ത് മാറ്റം കൊണ്ടുവരാൻ പഠിക്കണം. നിങ്ങളുടെ ഓവർ തിങ്കിങ് കൺഫ്യൂഷനൊക്കെ മാറണമെങ്കിലും നിങ്ങൾ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി. നിങ്ങൾ ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറയും. എന്താണ് കൺസിസ്റ്റൻസി? തുടർച്ചയായി ചെയ്യണം. അതായത് നമ്മൾ പറയും, ഇന്ന് അയ്യോ എനിക്ക് ഇന്ന് 2 മിനിറ്റേ ഉള്ളൂ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജോലിക്കൊക്കെ പോകുന്നവരാണ് 2 മിനിറ്റ്, കുഴപ്പമില്ല,
നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് സൈലന്റിൽ ഇരിക്കുക. അത് മതി. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ ആ മാറ്റം കണ്ടുവരും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ആക്ഷൻ എടുക്കണം. എന്തൊക്കെ ചെയ്യണം? ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പർപ്പസിലേക്കുള്ള യാത്ര നിങ്ങൾ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഞാൻ ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതിയല്ലേ, ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലേ, എനിക്കൊരു റിസൾട്ട് ഉണ്ടല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? നിങ്ങൾ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ എത്തിപ്പെടേണ്ട ആളിലേക്ക് നിങ്ങൾ എത്തും. അതാണ് മൂന്നാമത്തെ കീ. ആദ്യത്തെ കീ നിങ്ങളുടെ മൈൻഡിൽ ഇന്നർ വോയിസിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. രണ്ടാമത്തെ കീ എന്തായിരുന്നു? ആര് പറഞ്ഞുതരും? ഇമോഷൻ നമ്മളെ കൺട്രോൾ വരുത്തുക. മൂന്നാമത്തെ കീ എന്തായിരുന്നു? നമ്മളിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എടുക്കാനുള്ള കീയും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 3 കീയും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞു. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? യെസ്. അപ്പൊ 3 കീ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, നമ്മളുടെ ഒരു പുതിയ കോഴ്സ് വരുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഗ്രൂപ്പിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഈ കോഴ്സ് ത്രൂ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, ഇത് സ്ത്രീകൾക്കുള്ളത് മാത്രം, സ്പെഷ്യലി ഈ ബാച്ച് ഹൗസ് വൈഫ്സിനുള്ളതാട്ടോ, വെറും ഹൗസ് വൈഫ്സ് അല്ലാതോ. എന്താ ഈ വെറും ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ വെറും ഹൗസ് വൈഫും തമ്മിലുള്ള വ്യത്യാസം? ആര് പറയും? ആരാണ് ഈ വെറും ഹൗസ് വൈഫ്? ഇങ്ങനെയൊക്കെ മതി, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതം ആവുമ്പോൾ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവരെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് വെറും ഹൗസ് വൈഫ്. അങ്ങനെയല്ല, ആർക്കാണോ അവരുടെ ഉള്ളിലുള്ള പവർ അറിയണം, അത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നത്, അവർക്കാണ് ഈ കോഴ്സ്. ആർക്കാണോ ലൈക്ക് സ്ട്രെസ്, ബേൺ ഔട്ട്, സെൽഫ് ഡൗട്ട് ഇതൊക്കെ ഉള്ളത്, അവർക്കാണ് ഈ ഒരു പെർട്ടിക്കുലർലി ഈ കോഴ്സ്. ആർക്കാണോ അവരുടെ ലൈഫിൽ ക്ലാരിറ്റി കൊണ്ടുവരണം, ഇതേപോലെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യണം, അവർക്ക് കോൺഫിഡൻസ് കൂട്ടണമെന്ന് തോന്നുന്നത്, അവർക്കാണ് ഈ കോഴ്സ്. ആർക്കാണോ ചെറിയൊരു വരുമാനമെങ്കിലും എനിക്ക് ഉണ്ടാക്കണം, എൻ്റെ ഫാമിലിയിൽ ഒരു ഏർണിംഗ് മെമ്പർ എനിക്കാവണം എന്ന് ആഗ്രഹമുള്ളത്, അവർക്കാണ് ഈ കോഴ്സ്. ആർക്കാണോ ഒരു ചെറിയ ശീലമെങ്കിലും എന്നിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്, അവർക്കാണ് ഈ കോഴ്സ്. ആർക്കാണോ ഈ മൊബൈൽ ടെക്നോളജി, പടച്ചോനെ ഇതൊന്നും എൻ്റെത്, എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നത്, അവർക്കല്ല. ഇതെനിക്ക് പഠിക്കണം, ഇതിൻ്റെ ബേസിക്സ് ഇങ്ങനെ എനിക്ക് അറിയണം, ഇതൊക്കെ ഞാനും യൂസ് ചെയ്യേണ്ട ഒരാളാണ് എന്ന് വിചാരിക്കുന്നത്, അവർക്കാണ്. ആർക്കാണോ ഫാമിലിയുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്, അവർക്കാണ് ഈ കോഴ്സ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പെടുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞു സ്പെഷ്യലി നമ്മളുടെ ഹൗസ് വൈഫ്സിനുള്ളതാണ്. കാരണം ഇതിൽ 1-to-1 കൗൺസിലിംഗ് ഉണ്ട്, കരിയർ കോച്ചിങ് ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കൊക്കെ വന്നിട്ട്, ഇനി ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പണ്ടേ പഠിത്തം നിർത്തിയതല്ലേ, ഇനി ഞാൻ ആ ഒരു ഹാലിലൊക്കെ ഇരിക്കുന്ന കുറേ പേരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1-to-1 കൗൺസിലിംഗ് ഉണ്ടാവും, കരിയർ കോച്ചിങ് ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ സ്ത്രീകൾക്ക് സ്പെഷ്യലി ഫിറ്റ്നസ് ട്രെയിനിങ് അടക്കം തരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ത്രീ ആയിട്ടുള്ള ഒരു ട്രെയിനർ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ 3 താക്കോലുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ 3 താക്കോലും നിങ്ങൾ യൂസ് ചെയ്യാൻ റെഡിയാണോ? ആണോ? യെസ്. ഇതാണ് കേട്ടോ നമ്മളുടെ കോഴ്സിന്റെ പേര്, പോസ് ടു പവർ. ഈ ഒരു പേര് കൊടുത്ത എന്താണെന്നറിയോ? പോസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ബ്രേക്ക് അല്ലേ, ഒരു ചെറിയൊരു ബ്രേക്ക്, ഫുൾ സ്റ്റോപ്പ് അല്ല, ചെറിയൊരു ബ്രേക്കിനെയാണ് നമ്മൾ പറയുന്നത് പോസ്. പക്ഷെ എപ്പോഴും ഈ പോസിന് വീണ്ടും ഒരു സ്റ്റാർട്ട് ഉണ്ട്. ആ റീസ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഈ കോഴ്സ് ത്രൂ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും, അതിനെ ഹീൽ ചെയ്യും, നിങ്ങൾ കുറേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, നിങ്ങളുടെ എന്താ
പോസിന്റെ അർത്ഥം പറഞ്ഞ ഞാൻ വിചാരിച്ചു നിർത്തടോ എന്ന് പറയുന്നതാണ്. ഞാൻ വിചാരിച്ചു എന്റെ ഷാനി മാം ഞെട്ടിപ്പോയല്ലോ ഞാൻ. എവിടെ പോയി? എവിടെ ഇസ് മൈ ഷാനി മാം? ഓക്കെ. അപ്പൊ ഈ കോഴ്സ് Don't worry, I will not say to you. Stop. താങ്ക് യു സോ മച്ച് ഹരി മാം, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ ഒരു കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ ആക്ച്വലി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു സ്റ്റോറി ലൈനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ദർ വാസ് എ കരിയർ ബ്രേക്ക് വെയറിൻ ദെൻ ഐ എം ഫൈൻഡിങ് ഔട്ട് മൈ പാഷനേറ്റ് ഏരിയ ആൻഡ് ദെൻ ഐ എം മൂവിങ് ടുവേർഡ്സ് ഇറ്റ്. ഇനിയും ഞാൻ കുറേ എത്തി എന്നും ചക്കയായി മാങ്ങയായി തേങ്ങയായി എന്നല്ല കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ദേ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ എത്താനുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരുടെയും സഹായത്തോടെ ഇനിയും എത്തും. കൂടെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിക്കുന്നു. എന്ത് പറയുന്നു? കൂടെ പോരുന്നോ? കൂടെ പോരാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം. ദാറ്റ്സ് മൈ നമ്പർ. ഓക്കെ. സോ ടുഡേസ് സെഷൻ വാസ് ബേസിക്കലി ഓൺ ദാറ്റ്. നിങ്ങൾക്ക് വളരാനുള്ള 3 താക്കോലുകളാണത്. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങളുടെ സെൽഫ് ഡൗട്ടിനെ നിങ്ങൾ തന്നെ നിർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ കോഴ്സിൽ വന്നാൽ നമ്മൾ സഹായിക്കുന്നതായിരിക്കും പല പ്രോസസ്സിലൂടെ. സെക്കൻഡ് തിങ് എന്തായിരുന്നു? നമ്മളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൺട്രോളിൽ വരുത്തിക്കുക. തേർഡ് തിങ് എന്തായിരുന്നു? ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കുമ്പോൾ വലിയ ഒരു ആക്ഷൻ എടുക്കണ്ടേ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ 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 ആക്ഷൻ എടുത്തിട്ട് അവിടെ എത്തുക. ഓക്കെ. ഓൺ ദാറ്റ് നോട്ട് എല്ലാവരും റെഡി അല്ലേ ആക്ഷൻ എടുക്കാൻ? ഐ എം ഷുവർ യെസ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യുവർ ടൈം. പറയൂ. എനി ഡൗട്ട്സ്? ലിങ്ക് ഉണ്ടെങ്കിൽ കേട്ടില്ല. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാന് ഉം. ഇപ്പൊ എനിക്ക് കുറച്ച് ലേറ്റ് ആയി മീൻ റെക്കോർഡിംഗ് കിട്ടാനാ? ആ ഓക്കെ. മാം നമ്മളെ കമ്മ്യൂണിറ്റിയിലില്ലേ? അതിലിടും. അതിലിടാം കേട്ടോ. അതിലിടാം. ഇല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ ഞാൻ ലാസ്റ്റ് എഴുതിയ ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇതിന്റെ ലിങ്ക് അതിലേക്ക് ഇട്ടായിരുന്നായിരിക്കും. ഓക്കെ. ഓക്കെ. വേറെ ആരെങ്കിലും? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതേ സെഷൻ വേണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒന്ന് വെക്കാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നോക്കിയിട്ട് ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ. നിങ്ങളൊരു പുതിയ ഇതിന്റെ ഇത് തുടങ്ങുന്നെന്ന് പറഞ്ഞില്ലേ, പുതിയൊരു കോഴ്സിന്റെ. കോഴ്സിന്റെ അത് എങ്ങനെയാ? താങ്ക് യു. ഹസീബ മാം, ആ കോഴ്സ് വരുന്നത് 3 മാസത്തെ കോഴ്സാണ് കേട്ടോ. 3 മാസം ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഹീലാക്കി, നിങ്ങളുടെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്, അതായത് നമുക്ക് ഇതിന് സമയമില്ല അതിന് സമയം, നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് കൂട്ടാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റാനും വോയിസ് മോഡുലേഷൻ മാറ്റാനും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി 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 നമ്മൾ 3rd മാസം 3ാമത്തെ മാസത്തിലെത്തുമ്പോഴേക്കും നമ്മൾ മോർ ഓഫ് കോൺഫിഡൻസ് ബിൽഡിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യാം. നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കരിയറിൽ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കരിയറിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ എയിം. അതായത് നിങ്ങളൊരു ഏർണിംഗ് മെമ്പറാക്കി മാറ്റുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്നെ കാണുന്നില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും, CV പ്രിപ്പറേഷൻ ഉണ്ടാവും. അങ്ങനെ കുറേ ക്ലാസ്സസ് ത്രൂ കടന്നു പോയി യു ആർ ഗോയിങ് ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ. ഓക്കെ. അത് ഇത് കഴിഞ്ഞ എനിക്ക് സെപ്റ്റംബർ ഓഗസ്റ്റ് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊരു ബിസി ആയിരുന്നു. ഒരു കല്യാണം എടുത്തിന്റെ മോന്റെ. അല്ല, പിന്നെ ഇത് നമ്മളുടെ ക്ലാസ് എല്ലാ ദിവസവും മറ്റേ സ്കൂളിൽ പോകുന്ന പോലെയൊന്നല്ല. വീക്കിലി 1-2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ.
3 മാസം ആ വരെ. അത്രേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ ദിവസവും ഈ പെണ്ണുങ്ങൾ കയറി വന്ന് കേട്ട് 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 മടുത്തു. അങ്ങനെ കേട്ട് കേട്ട് മടുപ്പിക്കൂല. ഞാൻ നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അത്. ഈ താക്കോല് വെറുതെ തന്നിട്ട് ആഹാ താക്കോൽ, ഓഹോ താക്കോൽ ഇങ്ങനെ വെച്ചിരുന്നാ പോരല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ടേ? ചെറിയ ചെറിയ പണിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇതേപോലെ നിങ്ങളെ കോൺഫിഡൻസ് ഡെവലപ്പ് ആവും. പക്ഷെ ക്ലാസ് കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. കാരണം ലൈവ് സെഷൻസും ഉണ്ടാവും, ഇതിന്റെ റെക്കോർഡിംഗ് ഇതേപോലെ തരുന്നുണ്ടാവും കേട്ടോ. റെക്കോർഡിങ്സ് കിട്ടും. ഓക്കെ. പിന്നെ ലൈഫ് ടൈം മെന്റർഷിപ്പ് ആണ്. ഓക്കെ. ഓക്കെ. ആക്ച്വലി നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ മീൻ പിടിച്ചിട്ട് ഇങ്ങനെ മീൻ തിന്നോ തിന്നോ എന്ന് പറയുന്നതിന് പകരം നിങ്ങളെ മീൻ പിടിക്കാൻ റെഡിയാക്കുക. നമ്മളെ ഫർസാന മാം ഒക്കെ പറയും, ഫർസാന മീൻ പിടിക്കാൻ തുടങ്ങിയില്ലേ? ഫർസാന മാം, ഫർസാന പാഷ. യെസ് ഷാനി മാം, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ലീവ്. ഫർസാന പാഷ മാം പോയി, അല്ലെങ്കിൽ കേൾക്കായിരുന്നു. ആള് മീനൊക്കെ പിടിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പൊ അതാണ് എൻ്റെ ഒരു മെയിൻ എയിം, നിങ്ങൾ മീൻ പിടിക്കുക. മനസ്സിലായോ? മാം ഫീസ് ഒക്കെ എത്രയാണ്? ഫീസ് വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ 3 മാസത്തെയാണ് മെയിൻ ആയിട്ട് കോഴ്സ് വരുന്നത്. 3 മാസത്തേക്കാണ്. അത് നിങ്ങൾക്ക് 2000 രൂപ അടച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ 3 മാസത്തേക്ക് ഇഫ് യു ആർ പേയിങ് മന്ത്ലി ഇറ്റ് വിൽ ബി 2000. അപ്പോൾ അത് 6000 റുപ്പീസ് വരും. ഇൻസ്റ്റഡ് നിങ്ങൾ ഒറ്റയടിക്ക് അടക്കുകയാണെങ്കിൽ 5000 വരുള്ളൂ. പിന്നെ നമ്മൾ ഏത് 3 മാസത്തേക്കാ? 3 മാസത്തേക്ക് ആൻഡ് ലൈഫ് ടൈം മെന്റർഷിപ്പ് ആണ്. പിന്നെ ഇതിൽ കരിയർ കോച്ചിങ്ങും ഫിറ്റ്നസ് കോച്ചിങ്ങും ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. ബിക്കോസ് ദിസ് ഇസ് ഫോർ ഹൗസ് വൈഫ്സ്. അപ്പൊ നമ്മൾ ഫീസ് ഫസ്റ്റ് എടുക്കണ്ടേ 2000 അല്ല? 2000 അടച്ചാൽ മതി. നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. എന്തായാലും ജോയിൻ ചെയ്യുന്ന നിങ്ങളായിരിക്കൂല ഇവിടെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ. പിന്നെ കഴിഞ്ഞിട്ട് പോക്കൊന്നുമില്ല, നമ്മളുടെ കൂടെ തന്നെ എല്ലാവരും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല? ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും? ലൈസൻസ് എടുത്തിട്ട് കുറേ ആയി. പക്ഷെ അത് വണ്ടി ഓടിക്കാനൊരു അതല്ല നിങ്ങള് ചേർന്നതിന് ഓക്കെ ആവാ. അത് പേടി. നമ്മളെ ലിമിറ്റിംഗ് ബിലീഫിൽ പെടുന്ന ഒരു സംഭവമാണ് അല്ലേ? നെഗറ്റീവ് സെൽഫ് ടോക്ക് അല്ലേ മെയിൻ കാരണം ഒന്ന്. പക്ഷെ നമ്മൾ പറയും പുറത്തത്തെ കുറെ കാരണങ്ങളാണ്. കാരണങ്ങൾ നമ്മൾ തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാൻ നേരിട്ട് വന്നാൽ പറയാം കേട്ടോ. എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ എക്സാമ്പിൾസ്. ഇഷ്ടം പോലെ. ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്ന ഇതൊക്കെ എൻ്റെ ആയിരുന്നു എന്ന്. ഞാൻ ഇത്രയും കാലം എന്തൊക്കെയോ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം എന്നെ. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് മൈ നമ്പർ. സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉണ്ടാവൂലേ? കേട്ടില്ല. ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ നമ്പർ? ആ ഗ്രൂപ്പിൽ അഡ്മിൻ നമ്പർ ഇല്ലേ? അഡ്മിൻ നമ്പറിൽ ഉണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാ. ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച് എവരിബഡി. ടാറ്റാ.